അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് ബ്ലൗസിൻ്റെ അല്ലെങ്കിൽ പട്ടുപാവായുടെ ലോങ് ബ്ലൗസിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്, ഉടുപ്പിൻ്റെ. അപ്പോൾ വീഡിയോ ഇത് 44 ഇഞ്ച് വണ്ണമുള്ള നല്ല വണ്ണമുള്ളവരുടെ ഉടുപ്പാണ്. അപ്പോൾ 44 ഇഞ്ച് വണ്ണം വേണം. അതിൻ്റെ 4 എടുക്കുക. അതിന് ശേഷം ഞാൻ അതിൻ്റെ 4 എടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ ഉടുപ്പാണിത്, മടക്കുവാണ്. 11 അതിൻ്റെ 4 44ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 22ൻ്റെ പകുതി 11. അതൊരു 11 പ്ലസ് എടുക്കണം, 1.5 ഇഞ്ച്. ഇറക്കം എടുക്കുവാണ്. 22 ഇഞ്ച് ഇറക്കം വേണം. ഞാൻ 2 ഇഞ്ച് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാമല്ലോ, കുറഞ്ഞു പോകരുത്. 24 ഇഞ്ച്. ഇത് കോളേജിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മോടെ ഒരു ഇത് ലോങ് ബ്ലൗസാണ്, പരിപാടിക്ക് ഇടാനുള്ള. അപ്പോൾ അതിൻ്റെ ഇറക്കവും വണ്ണവുമാണ് എടുക്കുന്നത്. ഒരു ഭാഗം ആദ്യം ഫ്രണ്ടും ബാക്കും രണ്ടായിട്ട് എടുക്കുന്ന ബാക്കിൽ സിബ്ബാണ് വെക്കേണ്ടത്. ആ സിബ്ബ് വെച്ചതിന് ശേഷം സിബ്ബ് വെക്കുന്നതിന് 1 ഇഞ്ച് ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. ബാക്ക് ഇച്ചിരിയും കൂടെ അധികം എടുക്കും. ഫ്രണ്ട് ആദ്യം ഞാൻ വെട്ടി, അതിന് ശേഷം ബാക്ക് 1 ഇഞ്ചും കൂടെ കൂടുതൽ വെട്ടി. അപ്പോൾ 12.5 എടുത്ത് അതിന് ശേഷം 1 ഇഞ്ചും കൂടെ എടുക്കുവാണ്. ബാക്കിനാണ് ഈ വണ്ണം എടുക്കുന്നത്, ഇച്ചിരിയും കൂടെ കൂടുതൽ എടുക്കുന്നത്. ഈ ലോങ് ബ്ലൗസിൻ്റെ ബാക്കിൽ സിബ്ബ് വെക്കുമ്പം തയ്യൽ തുമ്പ് അധികം പോകും, അതിനാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഞാൻ വെട്ടിയതിന് ശേഷം രണ്ടും കൂടെ ഒന്നിച്ചിട്ട് വെട്ടി രണ്ടും കൂടെ ഒന്നിച്ച് ബാക്കും ഫ്രണ്ടും മുകളിലും താഴെയായിട്ടിട്ട് വെട്ടുവാണ്. അപ്പോൾ ഇതിൻ്റെ പാവാട ഞാൻ അപ്ലോഡ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ കയറി കാണുന്ന ത്രെഡ് ആൻഡ് നീഡിൽ നടിച്ചു കൊടുക്കുക. അതാണ്ട മുൻകഴുത്ത് എടുക്കുവാണ്. പിൻകഴുത്ത് 5ഉം മുൻകഴുത്ത് 6ഉം എടുത്തേക്കുന്നത്. ഷോൾഡർ 7.5, 1/2 ഇഞ്ച് ചരിവ് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 6.5, 7 ഇഞ്ചൊക്കെ എടുക്കാം. വണ്ണമുള്ള കുട്ടിയായത് കൊണ്ട് ഞാൻ 7 ഇഞ്ച് 6.5 എടുത്തിട്ടുള്ളൂ, കാരണം ഫിറ്റാണല്ലോ വേണ്ടുന്നത്. അപ്പോൾ അത് ചതുരം വരച്ചതിന് ശേഷം 1 ഇഞ്ച് വെച്ച് ഞാൻ ഷേപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഷേപ്പിൽ കൊടുക്കുവാണ്. ബാക്കും ഫ്രണ്ടും തനിയാണ് കൈക്കുഴിക്ക് ഷേപ്പ് ചെയ്യേണ്ടത്. കൈക്കുഴിയാണിത്. ഇത് നമ്മൾ വണ്ണം എടുക്കണം. 11 + 1.5 ഇഞ്ച് വണ്ണം എടുക്കുക. അവരവരുടെ വണ്ണം എത്രയെന്ന് വെച്ചാൽ അത് വണ്ണം പിടിച്ചിട്ട് വേണം എടുക്കാൻ. ഇതും പിന്നെ ഞാൻ 10.5 ഇഞ്ച്, 10.5 + 1.5, പിന്നെ ഹിപ്പും 1 ഇഞ്ച്, 1.5 ഇഞ്ച് ഇത് ചെസ്റ്റ് എടുത്തത് തന്നെ ഹിപ്പ് എടുക്കുക. വേസ്റ്റ് നമ്മുടെ ഷേപ്പ് അടിക്കുന്നത് ഇച്ചിരി കുറച്ചാൽ മതി. 1/2 ഇഞ്ചേ ഞാൻ കുറച്ചിട്ടുള്ളൂ, വണ്ണമുള്ള ആളിനായം കൊണ്ട്. അപ്പോൾ ഞാൻ വരച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ വരയും വരച്ചിട്ടുണ്ട്, കട്ടിങ്ങിൻ്റെ വരയും വരയ്ക്കുവാണ്. ഇനി കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച് എടുത്തിട്ട് ചതുരം വരച്ച് നമുക്ക് ഇവിടെ ഒരു ചരിവുണ്ടല്ലോ, നമ്മൾ ചരിവ് വരച്ചേക്കുന്നത്. ആ ചരിവ് അങ്ങോട്ട് നമ്മുടെ തോള് ചരിവ് ചതുരം വരച്ചതിന് ശേഷം ആ ചതുരത്തിൽ നിന്ന് ഒരു 4 ഇഞ്ച് എടുക്കാം, 4.5 ഇഞ്ച് എടുക്കാം. 4 ഇഞ്ച് എടുത്തിട്ട് ഇത് ഒരു V ആകൃതിയിൽ ഇങ്ങനെ വെക്കുവാണ്. ഇതെല്ലാവർക്കും അറിയാം. നൈറ്റി കട്ടിങ്ങിനൊക്കെ, നൈറ്റിക്കും ചുരിദാറിനും എല്ലാം ഇത് റെഡിമെയ്ഡ് വരുന്നതിനകത്തൊക്കെ ഈ കഴുത്ത് എല്ലാവർക്കും അറിയാവുന്ന എളുപ്പ വഴിക്ക് തയ്ക്കുക. പെട്ടെന്ന് ഉള്ള പരിപാടി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തയ്ച്ചു കൊടുത്ത പാവാട ഉടുപ്പുമാണ്. കഴുത്ത് 5 ഇഞ്ച് എടുത്തതിന് ശേഷം റൗണ്ട് ചെയ്തെടുക്കാം. അപ്പോൾ സിബ്ബ് വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ഫിറ്റിംഗ് ആയിട്ടിരിക്കും, ഊരാനും എടുക്കാനും ഒക്കെ എളുപ്പം. ഞാൻ വേണ്ടുന്നവർക്ക് ഇനി ഇത്രയും ഇത് വേണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഞാൻ താഴോട്ട് വെച്ചിട്ട് ആ ചരിവ് കൊടുത്തിട്ടുണ്ട്. കാരണം മുകളിലോട്ട് 4 ഇഞ്ചാണ് എടുത്തത്. ഒരുപാട് മേളിൽ നിൽക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ 4.5 ഇഞ്ച് എടുത്തതിന് ശേഷം കഴുത്തകലം 2.5 എടുത്ത് മുൻകഴുത്താണ് ഈ വെട്ടുന്നത്. അതിന് ശേഷമേ പിൻകഴുത്ത് എടുത്ത് വെട്ടുവാണ്. പിൻകഴുത്ത് 5 എടുത്ത്, മുൻകഴുത്ത് 6 എടുത്ത്, ഷോൾഡർ 7 എടുത്ത്, അതിൻ്റെ കഴുത്തിൻ്റെ ബാക്കിയാണ് ഷോൾഡർ. മുൻകഴുത്തും കൈക്കുഴി ഫ്രണ്ടിൽ എടുത്ത് വെട്ടി. ഇനി ബാക്കിലെ കൈക്കുഴിയാണ് വെട്ടുന്നത്. 1.5 ഇഞ്ചാണ് ബാക്കിലെ കൈക്കുഴിക്ക് മാറ്റി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇനി ഞാൻ പിന്നെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ എടുക്കുക. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി വെട്ടിത്തീർന്ന് ഇനി പിന്നെ പാവാടയുടെ ഉടുപ്പിൻ്റെ ഭാഗത്ത് കൈക്ക് വെക്കാനുള്ള ബോർഡറാണിത്. അപ്പോൾ ഈ മുന്താണിയുടെ ഇതാണ് ഫ്രണ്ട് വെച്ചെങ്കിൽ സാരിയുടെ ഇതാണ് ഇത്. അപ്പം മുന്താണി വെച്ച് ബ്ലൗസും തയ്ച്ച് സാരി പാവാട ക്രീം കളറിൽ കണ്ടില്ലേ, മുട്ട കളറിൽ ഒരു പിന്നെ ക്രീം കളറിൽ. അപ്പോൾ ഇതെടുത്ത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. മറ്റേ പിന്നെ നമ്മുടെ നല്ല തുണിയും ലൈനിങ് അല്ല, മറ്റേ നല്ല തുണി എടുത്തതിന് ശേഷം അത് ലൈനിങ് അങ്ങോട്ട് വെച്ച് അങ്ങ് വെട്ടിയാൽ മതി. കാരണം ലൈനിങ്ങിൻ്റെ തുണി കോട്ടൺ ആയതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് പിന്നെ അതങ്ങ് അടങ്ങി ഒതുങ്ങി ഇരുന്നോളും.
മറ്റേ തുണിയാകുമ്പം ഇതായി പോകും. കഴുത്ത് വെട്ടുന്നില്ല, കഴുത്ത് വെച്ച് വെട്ടുന്നത് ഞാൻ സ്റ്റിച്ചിങ് ഉണ്ട് കാണിക്കാം സ്റ്റിച്ച് ചെയ്യുന്നത്. പിൻ കുത്തിയിട്ടേ തയ്ക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതാ കൈക്കുഴിയുടെ വണ്ണം എടുക്കേണ്ടത് 11 ഇഞ്ചാണ് കൈക്കുഴിയുടെ വണ്ണം. ഇറക്കം 3/4 ഇറക്കാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലെ വെട്ടി ഇനി ബാക്കിൽ ഇതെടുത്ത് വെച്ച് നമുക്ക് ബാക്കിൽ ശകലവും കൂടെ വേണമല്ലോ വണ്ണം. അത് തനിയെ ആയതുകൊണ്ട് നമുക്ക് തനിയെ വേണം വെട്ടിയെടുക്കാൻ. നമ്മൾ 1 ഇഞ്ച് കൂട്ടിയാണ് എടുത്തേക്കുന്നത്. ലൈനിങ്ങിന് ഇച്ചിരിയും കൂടെ തുണി ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. പിന്നെ തയ്ക്കാൻ നേരത്ത് നമുക്ക് നോക്കിയിട്ട് വെട്ടിക്കളയണം. ഇതാണ്ട ഷോൾഡർ വെട്ടി ഇനി കൈക്കുഴി വെട്ടുവാണ്. എളുപ്പമാണ് ഈ പട്ടുപാവാടയുടെ ലൈനിങ്ങിൻ്റെ ലോങ് ബ്ലൗസ് ലൈനിങ് ഇട്ട് തയ്ക്കാൻ. സിബ് വെക്കുന്നത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണാത്തവരൊന്ന് കയറി കാണണേ. ഈ പട്ടുപാവാടയുടെ ഉടുപ്പിൽ സിബ് വെക്കുന്ന ഇത് എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാം. ഇൻവിസിബിൾ സിബാണ്. ഇനി നമ്മൾ സ്ലീവാണ്. നമുക്ക് 11 ഇഞ്ചാണ് വേണം. ഒന്ന് മടക്കി പിന്നെ ഒന്നും കൂടെ മടക്കി 2 കൈയും കൂടെ ഒന്നിച്ച് വെച്ച് ഈ ക്രീം കളറാണ് ഞാൻ പിന്നെ ഇത് വെച്ചേക്കുന്നത്. ക്രീമിൽ നിന്നും ഇച്ചിരി ഡാർക്കുള്ളതാണ്. ഇത് സാരിയാണ്. ഇത് വെച്ചതിന് ശേഷം ഈ കോളേജ് പരിപാടിക്കുള്ള ഇതായത് കൊണ്ട് സാരി പെട്ടെന്ന് ഒരു സാരി എടുത്തുകൊണ്ട് വന്ന് പാവാട ഉടുപ്പും തയ്ച്ചു കൊടുക്കാൻ പറയാം. ആ കൈക്കുഴി ഇങ്ങനെ പെട്ടെന്ന് എടുക്കാം. കൈക്കുഴി ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് അറിയാൻ വയ്യാത്തവർക്കുള്ള എളുപ്പ വഴിയാണ് കൈക്കുഴി വെട്ടാൻ അറിയാത്തവർക്ക് സ്ലീവ് വെട്ടാൻ. ബ്ലൗസിൻ്റെ ആയാലും ചുരിദാറിൻ്റെ ആയാലും ലോങ് ബ്ലൗസിൻ്റെ എന്തിൻ്റെ ആയാലും ഇതേമാതിരി എടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് വരച്ചു കൊടുത്തിട്ട് അങ്ങ് വെട്ടാം. കണ്ട ഇതേമാതിരി വെട്ടാം. ഇതിൻ്റെ അളവാണ് ഇത്. കണ്ട 11 ഇഞ്ച് നമ്മൾ നേരത്തെ അളവ് പിടിച്ച 11 ഇഞ്ചാണ്. ഇതാ കണ്ട ഈ അളവാണ്. നമുക്ക് അളന്നും എടുക്കാം. കണ്ട 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് പോകും ഷോൾഡറിൻ്റെ അവിടെ. കണ്ട ഒന്നും കൂടെ തെളിച്ച് ഞാൻ വരയ്ക്കുവാണ്. കണ്ട നമ്മൾ കൈക്കുഴി വരയ്ക്കുന്നത് കണക്ക് തന്നെ ഇരിക്കുന്ന. ഇനി നമുക്ക് ഇറക്കം എടുക്കാം. ഇറക്കം 15 ഉണ്ട്. അപ്പോൾ അവരവരുടെ ഇറക്കം എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കണം. തയ്യൽ തുമ്പ് കൂടെ വെച്ചാൽ 1-1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അധികം ഇടാം. പിന്നെ കൈവണ്ണം കൈയുടെ അടിഭാഗത്തെ വണ്ണം എടുക്കുക. ഇതിപ്പോൾ 5.25 5.5 അല്ല 6 എടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ച് മൊത്തത്തിൽ എടുക്കും. തയ്യൽ തുമ്പ് 1.5 7.5 ഇഞ്ച് 6 1 7 7.5 ഇഞ്ച്. ഇനി കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പിന്നെ ഇത് കുറച്ച് എടുത്താൽ മതി. കാരണം ഇനി 3 ഇഞ്ച് പടിക്ക് വരും സ്ലീവ്. അതിനനുസരിച്ച് ഇത് കുറച്ചെടുത്താൽ മതി. പിന്നെ കുത്തിയിട്ടാണ് ഞാനിത് വെട്ടുന്നത്. അല്ലാതെ അടങ്ങി ഒതുങ്ങി ഇരിക്കത്തില്ല ഈ തുണി. നമ്മൾ ഒരു വശം പിടിക്കുമ്പോഴത്തേക്ക് ഒരു വശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. കണ്ട ഇതാ ഞാൻ പറഞ്ഞില്ലേ പടി പിന്നെ ഇതാണ് വച്ചടിച്ച് തിരിച്ചിട്ട് എടുക്കുവാണ്. കണ്ട ഇങ്ങനെ വരും കൈക്ക്. നമുക്ക് ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാം. അതുകൊണ്ട് ഞാൻ ആദ്യമേ കൈ അങ്ങ് വെച്ചാലേ പടി ഈ തുണിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ തുണി എടുക്കുമ്പോൾ മാറിപ്പോയാലേ നല്ല വശം ചീത്തവശം നോക്കിയതിന് ശേഷം സ്ലീവിൻ്റെ നല്ല വശം ഇട്ടതിന് ശേഷം നമ്മൾ ഉടുപ്പിൻ്റെ ബോർഡറിൻ്റെ നല്ല ചീത്തവശമാണ് മേളി വെച്ചേക്കുന്നത്. അതിന് ശേഷം അത് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ നല്ല വശം എടുത്ത് വെച്ച് പതിച്ച് തയ്ക്കുക. ഇതേമാതിരി തയ്ക്കുക. നല്ല വശമാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചീത്തവശമാണ് എടുത്ത് വെച്ച് തയ്ച്ചത്. ഇനി മൊത്തം അങ്ങ് തയ്ച്ച് തീർക്കാം. തയ്ച്ച് തീർത്തിട്ട് നമ്മൾ 1/2 ഇഞ്ച് അകത്തോട്ട് വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ അത് തയ്ച്ച് തീർന്ന് മറ്റേ സ്ലീവ് ഇതേമാതിരി തയ്ച്ച് ജോലി ഒതുക്കി. ഇതാണ്ട് രണ്ടും തയ്ച്ച് തീർന്ന് നമ്മുടെ ജോലി ഒതുങ്ങി. ഇതങ്ങ് മാറ്റി വെച്ച് മറ്റേ നെക്കുകൾ രണ്ടും ബാക്കും ഫ്രണ്ടും നെക്കെല്ലാം തയ്ച്ച് ഷോൾഡർ പിടിപ്പിച്ചതിന് ശേഷം വെക്കാൻ. താണ്ട ഇത് കണ്ട പിന്നു കുത്തി ഫ്രണ്ടിലെ നെക്കാണ് ആദ്യം തയ്ക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇത് നെക്ക് തയ്ക്കുന്നത് കാണിക്കാവുന്നത്. താണ്ട പിൻ ചെയ്താൽ മാത്രമേ നമ്മൾ ഇത് അടങ്ങി ഒതുങ്ങി ഇരിക്കത്തുള്ളൂ. ഇനി പെട്ടെന്ന് തയ്ക്കുന്നതായതുകൊണ്ട് ഞാൻ വേറെ ഇതൊന്നും വെച്ചില്ല. ക്യാൻവാസ് ഒന്നും വെച്ചില്ല. രാത്രി ഇന്ന് രാവിലത്തേക്ക് വേണ്ടി പെട്ടെന്ന് ഇരുന്ന് തയ്ച്ചു കൊടുത്തതാണ്. അനിയൻ്റെ മോടെ കോളേജിലെ പരിപാടിക്ക് ഇടാനുള്ളതായതുകൊണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഇത് ഒരുപാട് നല്ല വണ്ണമുള്ള മോളാണ്. ആ വീഡിയോ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണാൻ ആർക്കെങ്കിലും ഉപകാരപ്രദമാവട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇതിടുന്നത്. ലോങ് ബ്ലൗസൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ. പിന്നെ നല്ല വണ്ണം ഉള്ളവർക്കൊന്നും അങ്ങനെ എടുക്കാൻ അറിയാൻ വയ്യാത്തവർ കാണുമല്ലോ വണ്ണം എടുക്കേണ്ട രീതിയൊക്കെ. അപ്പോൾ ചുറ്റു വണ്ണം എടുത്തതിന് ശേഷം ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ചുറ്റുവണ്ണം നമ്മൾ കറക്റ്റ് എടുത്തതിന് ശേഷം 4 ഇഞ്ച് കൂട്ടണം. നെഞ്ചുള്ള എണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ
4 ഇഞ്ച് കൂട്ടിയതിന് ശേഷമേ നെഞ്ചുവണ്ണം എടുക്കാവൂ. മറ്റേത് 2 ഇഞ്ച് എടുക്കണം വേസ്റ്റ് ഭാഗം. ഹിപ്പ് ഭാഗവും അതേമാതിരി 4 ഇഞ്ച് കൂട്ടണം. കറക്റ്റ് ടേപ്പ് ചുറ്റളവ് വെച്ചതിന് ശേഷം 38 ആണെങ്കിൽ 42 4 ഇഞ്ച് 42 എടുക്കുക. അതിനുശേഷം പിന്നെ തയ്യൽ തുമ്പ് എടുക്കുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ. ഇതിപ്പോൾ ഞാൻ 44 ഇഞ്ചാണ്. വേണ്ട, കഴുത്ത് ഞാൻ തയ്ച്ച് അത് പതിച്ച് തയ്ക്കുവാണ്. അത് പിടിച്ച് തയ്ക്കണം, പൊളയാതെ. അകത്ത് നമ്മൾ ചരിച്ച് വെട്ടി കൊടുക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഇത് പൊളച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയാണ്. ഡബിൾ സ്റ്റിച്ച് വേണമെങ്കിൽ ചെയ്യാം, ഞാനതൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബാക്ക് പീസ് സിബ് വെക്കണം. ഫ്രണ്ട് അങ്ങനെ തയ്ച്ച് തീർന്നു. ബാക്ക് പീസ് സിബ് വെക്കാൻ വേണ്ടേ, ബാക്ക് പീസ് എടുത്ത് റൗണ്ട് ചെയ്യണം. അതും ഇതേമാതിരി പിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തയ്ച്ച് കൊടുത്ത് ഇനി ഈ പിന്നൊക്കെ ഒന്ന് അഴിച്ചതിന് ശേഷം ചരിച്ച് വെട്ടി കൊടുക്കാം. ഉണ്ട്, ഇതേമാതിരി ഒരു പിൻ എടുത്ത് വെച്ചാൽ ചുരിദാർ, ബ്ലൗസ് എന്ത് വേണമെങ്കിലും നമുക്ക് പിൻ ചെയ്ത് എടുക്കാം. എന്നിട്ട് അത് തിരിച്ചിട്ട് പതിച്ച് തയ്ച്ചിട്ടില്ല. അതിന് മുമ്പേ നമുക്ക് സിബ് വെക്കാൻ, ഇൻവെസിബിൾ സിബാണ്, സിബ് വെക്കാനുള്ള ഇതെടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് നല്ല ഒന്ന് തേച്ച് ചുളുക്കമൊന്നും ഇല്ലാതിരിക്കണം. കഴുത്ത് കറക്റ്റായിരിക്കണം. ഇനി സിബ് എടുക്കാം. വേണ്ട, ഇതാണ് ഇൻവെസിബിൾ സിബ്. സാധാരണ നോർമൽ സിബുണ്ട്, അതല്ല ഇത്. എന്നിട്ട് നമുക്ക് ലോങ് ബ്ലൗസിന് ഒരു 9.5 ഇഞ്ച് എടുത്താൽ മതി, 9.5 10. കാരണം മറ്റേത് ചുരിദാറിനൊക്കെ 13 14 എടുക്കും. ഇതിപ്പോൾ ഞാൻ 9.5 എടുത്തിട്ടുള്ളൂ. ഒരുപാട് ഇറക്കമില്ലല്ലോ, ലോങ് ബ്ലൗസ് അല്ലേ. ചുരിദാറിനൊക്കെ 14 13 ഇഞ്ച് ഇറക്കം എടുക്കണം. പിന്നെ അത് എന്നിട്ട് അതിൻ്റെ ഇറക്കം പിടിച്ചതിന് ശേഷം ഞാൻ ബാക്ക് പീസ് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്ത് ഇനി നമുക്ക് അത് ഒന്ന് പിന്നെ ഒരു തയ്യൽ, ഈ ലൈനിങ്ങും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിച്ച് ചെയ്യണം. ഉണ്ട്, അവിടെ താഴെ വരുമ്പം ഒരു വി ആകൃതിയിൽ ഒന്ന് ചോക്ക് വെച്ചൊന്ന് വരച്ച് കൊടുത്തിട്ട് ആ വി ആകൃതിയിൽ കൂടെ തയ്ച്ച് വരണം. ഉണ്ട്, എന്നിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. നല്ല ഇതായിട്ട് ചുളുക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി. കണ്ട, ഇതേമാതിരി ഒന്ന് വരച്ച് കൊടുക്കണം. വരച്ച് കൊടുത്തിട്ട് തയ്ച്ചിട്ട് വെട്ടണം. ലൈനിങ്ങുമായിട്ട് ഞാൻ ഒരു സ്റ്റിച്ച് ചെയ്ത് അവിടെ ഉറപ്പിച്ച് വെക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോഴേ സിബ് വെക്കുമ്പം മാറിപ്പോയാലേ തുണി. കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കണം. തിരിച്ചെടുത്തിട്ട് അത് തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് തീർക്കാം. 2 തുണിയും കൂടെ ഒരേ മാതിരി വരണം. ഇനി നമുക്ക് പിന്നെ സിബ് വെക്കാൻ നമുക്ക് ഇനി പ്രഷർ ഫുട്ട് വാറ്റുന്നതിന് മുന്നേ വേണം ഇത് സിബ് വെച്ചൊന്ന് ഉറപ്പിക്കണം. വേണ്ടേ, ഇതെടുത്ത് നോക്കണം. ഇതാണ്ടേ, ഇത് വെച്ചിട്ട് ചീത്തവശമാണിത്, ഇത് നല്ല വശം. എന്നിട്ട് ഇതിൻ്റെ സിബ് ഒന്ന് തിരിച്ച് വെക്കണം. ഇതിൻ്റെ ആ റണ്ണറുണ്ടല്ലോ, ആ പല്ല്, അത് തിരിച്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെക്കണം. നമ്മുടെ ഇടത് ഭാഗം ഇരിക്കുന്നത് വലത് ഭാഗത്താണ് തിരിച്ച് വെച്ച്. കണ്ട, ഈ റണ്ണർ ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും വരണം. ഓപ്പോസിറ്റ് ഒന്നും കൂടെ കാണിക്കാൻ ഇങ്ങനെ വെക്കണം. കണ്ട, കൈ, എന്നിട്ട് ആ കൈ വിടാതെ അതെടുത്ത് വെച്ച് ഈ സിബ് അങ്ങോട്ട് ഒന്ന് മടക്കിയതിന് ശേഷം അതിനകത്തൊന്ന് ഉറപ്പിക്കണം. നമ്മളെ ഇടത് ഭാഗത്ത്, നമ്മുടെ ഇടത്തെ കൈയിരിക്കുന്ന ഭാഗത്തൊന്ന് മടക്കി വെക്കണം. അല്ലെങ്കിൽ അവിടെ ആ തുമ്പ് മേളിലോട്ടിരിക്കും. മടക്കി വെച്ചതിന് ശേഷം താഴോട്ട് തയ്ച്ചു കൊടുക്കണം. ഈ സിബിനെ ഒന്ന് ഉറപ്പിക്കുക നമ്മൾ. പിന്നാണ് നമ്മൾ പ്രഷർ ഫൂട്ട് മാറ്റി ഇൻവിസിബിൾ സിബ് വെക്കുന്ന ഫൂട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ പൈപ്പിംഗ് ഫൂട്ട് വെക്കുന്നത്. അവിടെ ഒന്ന് 2 ഭാഗവും ഒന്ന് അടയാളം കൊടുത്തിട്ടുണ്ട് ഞാൻ, സിബിൻ കറക്റ്റ് ആയിരിക്കാൻ വേണ്ടി. അപ്പുറവും അപ്പുറവും എവിടെ സിബിൻ്റെ നിർത്തണ്ടേന്ന് വെച്ചാൽ വേണ്ട, മേൽഭാഗവും താണ്ട അപ്പുറത്തെ സൈഡും ഒന്ന് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം താഴേന്ന് മുകളിലോട്ട് വരാം. വേണ്ട, അവിടെ ആ കഴുത്തിൻ്റെ ഭാഗം ഞാനൊന്ന് ഉറപ്പിച്ച് വെക്കുവാണ്. മടക്കിയതിന് ശേഷം ഉറപ്പിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് തയ്ച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ തയ്ച്ച് വെച്ച് അവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. 2 ഭാഗവും അങ്ങനെ തയ്ച്ച്. ഇനി നമുക്ക് ഫൂട്ട് മാറ്റണം. വേണ്ട, ഫൂട്ട് ഞാൻ ജനലിൻ്റെ അവിടെ വെച്ചിരിക്കുക. അത് എടുത്തതിന് ശേഷം പ്രഷർ ഫൂട്ട്, നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഫൂട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്ത് വെച്ച് അതങ്ങ് ഊരിയിട്ട്, ഇത് 2 സൈസും ഉണ്ട്, ഇടതും വലതും ഉണ്ട്. ഞാൻ ഒരു സൈഡേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം അതിനനുസരിച്ച് 2 സൈഡിൻ്റെ ആവശ്യമില്ല. എപ്പോഴും നമുക്ക് പ്രഷർ ഫൂട്ട് മാറ്റാനും ഇടാനും ഒക്കെ അസൗകര്യമാണ്. അതുകൊണ്ട് ഒരെണ്ണം അഡ്ജസ്റ്റ് വെച്ച് നമുക്ക് തയ്ക്കാം. ഒന്ന് മുറുക്കി കൊടുത്ത്
ഇൻവിസിബിൾ സിബ് വെച്ച് തയ്ക്കണമെങ്കിൽ നല്ല വൃത്തിക്ക് വരണമെങ്കിൽ ഈ ഫൂട്ട് തന്നെ വെച്ച് തയ്ക്കണം. വേണ്ടേ? എന്നിട്ട് നമുക്ക് അതൊന്ന് മലത്തി ആ റണ്ണറൊന്ന് മലത്തി അകത്തോട്ട് വെച്ച് അകത്തോട്ട് പോകണം. ഈ തയ്യൽ അകത്തോട്ട് പോയാലേ ആ സിബിൻ്റെ ഭാഗം നല്ല കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അങ്ങനെ അത് വേണ്ട ഒരു ഭാഗം തയ്ച്ച് തീർന്ന് അടുത്ത ഭാഗം തയ്ച്ചിട്ട് അവിടെ നിന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ തിരിച്ചെടുത്ത് വെച്ചാണ് തയ്ക്കുന്നത്. കണ്ട് അത് എന്നിട്ട് കറക്റ്റായിട്ട് വെച്ച് നോക്കണം. വെച്ച് നോക്കി അവിടെ അടയാളം കൊടുത്ത് രണ്ട് ഭാഗവും ഒരേമാതിരി അടയാളം കൊടുക്കണം. ഇല്ലെങ്കിൽ കയറിയിറക്കം വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ബിഗിനേഴ്സിനുള്ള ഇതാണ്. അടയാളം കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും പോകും. ഇതും ഇതേമാതിരി എടുത്ത് വെച്ച് ആ റണ്ണർ അങ്ങോട്ട് നീക്കി അകത്തോട്ട് ഇതിൻ്റെ തയ്യൽ പോകണം. അതിൻ്റെ കുഴിയിലോട്ട് തയ്യൽ പോകണം. എന്നാലേ ആ കണ്ട അതേമാതിരി പിടിച്ച് വേണം തയ്ക്കാൻ. ഇനി ഒന്ന് മുകളിലോട്ട് വെച്ച് നോക്ക്. ഒരു ശകലം തയ്യൽ അവിടെ അടിഭാഗത്തൊരു ശകലം ഇട്ടിട്ടുണ്ട്. ആ സിബിൻ്റെ മേൽഭാഗത്ത് അകത്തോട്ട് കയറ്റാൻ വേണ്ടി. എന്നിട്ട് അതങ്ങ് ഉറപ്പിക്കണം. ഇതാണ്ടേ ഇനി നമുക്ക് ഹൂക്ക് സ്റ്റാൻഡും വെച്ച് പിടിപ്പിക്കണം അവിടെ മേളിൽ. അല്ലെങ്കിൽ അതങ്ങ് ഊരിപ്പോകുന്നാണ്ട. ഇത് കണ്ട ഇത് അകത്തിട്ടിട്ട് ഇനി അവിടെ ഒരു സ്റ്റിച്ച് വരും. ഞാൻ അതിൻ്റെ അവിടെ ഒരു ചെറിയ ഹോളുണ്ടായിരുന്നു. അത് വഴിയാണ് അകത്തോട്ടിട്ടേക്കുന്നത്. മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കത്തില്ലായിരുന്നല്ലോ നമ്മൾ. എന്നിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുക്കണം. ആ വരയെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കെട്ടിട്ട് തയ്ച്ചെടുക്കണം. അവിടെ നിന്ന് ഉറപ്പിക്കുവാണ്. അവിടെ ആ തയ്യൽ ഭാഗം ഒന്ന് ചരിച്ചു കൊടുക്കണം. കുറച്ച് ഭാഗം അങ്ങ് വെട്ടിക്കളയണം. സിബിൻ്റെ ഭാഗം കണ്ട. ഇത് കണ്ട അടിപൊളിയാക്കി സിബ് കണ്ട. അപ്പോൾ ലോങ് ബ്ലൗസിനും സിബ് വെക്കാൻ പഠിച്ചല്ലോ നിങ്ങൾ സാധാരണ ചുരിദാർ ഫ്രോക്കൊക്കെ ആയിരുന്നു വെക്കുന്നത്. സാധാരണ ഇത് ബാക്കിലോട്ട് വെക്കുന്നത് ഓപ്പൺ ഇട്ടിട്ട് ഹൂക്ക് സ്റ്റാൻഡും ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കഴുത്ത് നമുക്ക് ഷോൾഡർ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ അതാണ്ട അങ്ങനെ സിബൊക്കെ വെച്ച് തീർന്ന് ഇനി നമുക്ക് ഷോൾഡർ യോജിപ്പിക്കാൻ പോവുകയാണ്. വിഷനകത്തോട്ട് വെച്ച് ഷോൾഡർ യോജിപ്പിക്കാം. രണ്ട് ബാക്കും ഫ്രണ്ടും എടുത്തതിന് ശേഷം ഷോൾഡർ അങ്ങനെ യോജിപ്പിച്ച് ഇനി സ്ലീവ് തയ്ച്ച് തീർന്ന്. അപ്പോൾ സ്ലീവിൻ്റെ നോച്ചെടുത്ത് വെച്ച് ചീത്തവശം മുകളിലും അതിൻ്റെ ബോർഡർ വെച്ചത് നമ്മൾ നേരത്തെ ആദ്യമേ തയ്ച്ചത് ഇതാ. കൈ സ്ലീവ് അങ്ങ് വെച്ച് മാറ്റി വെച്ചായിരുന്നു. അപ്പോഴിതാണ്ട് നോച്ചും ഷോൾഡറിൻ്റെ തയ്യലും കൂടെ വെച്ച് മൊത്തം ഒരു 1/4 ഇഞ്ച് ഒരു അര ഇഞ്ച് പോവണ്ട, 1/4 ഇഞ്ചും ആവരുത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു കുത്തുണ്ടല്ലോ, പ്രഷർ ഫൂട്ട് കഴിഞ്ഞ് ശകലം അങ്ങനെ 2 കൈയും അതേമാതിരി തയ്ച്ചിട്ട് തണ്ട. ഇത് കണ്ട ഒരേമാതിരി തയ്യൽ തുമ്പ് അധികം വന്ന കണ്ട. അതേമാതിരി ഒരേമാതിരി വന്നാൽ മാത്രമേ അവിടെ ചുളുക്കമില്ലാതെ വരത്തുള്ളൂ. ഇനി അത് ഞാൻ കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്തു ഒരിടത്ത് 1/2 ഇഞ്ചും ഒരിടത്ത് 1 ഇഞ്ചും ആയിട്ട് വന്നാൽ ചുളുക്കം വരും. ഇനി അതെല്ലാം തയ്ച്ച് തീർന്ന് 2 ഭാഗവും തയ്ച്ച് ഇനി അടിഭാഗം മടക്കി തയ്ക്കുക. അപ്പോൾ അതും മടക്കി തയ്ച്ച് തീർന്ന് എല്ലാം റെഡിയായി ഓക്കെ ആയി. സിബും വെച്ച് ഹൂക്ക് സ്റ്റാൻഡും വെച്ച് എല്ലാം റെഡിയായി ഇട്ട് കറക്റ്റാക്കി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.